അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൺമാസ്കിംഗ് അനോമലീസിൻ്റെ പ്രിയ പ്രേക്ഷകരെ, നമ്മുടെ ചാനലിൽ ഒരുപാട് ഡിസ്കഷൻസും അതുപോലെ തന്നെ വീഡിയോകളും ചർച്ചകളുമെല്ലാം കാണുമ്പോൾ ഒരുപാട് ആളുകൾ ആവർത്തിച്ച് ആവശ്യപ്പെടുന്ന ഒരു കാര്യമായിരുന്നു, നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഇത്തരം കാര്യങ്ങൾ കുറച്ച് കൂടുതൽ പഠിക്കാൻ ആഗ്രഹമുണ്ട്. നമ്മളുടെ വീഡിയോയിൽ പല സമയങ്ങളിൽ പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്, പക്ഷേ കുറച്ചുകൂടി സ്ട്രക്ചേർഡായി ആ കാര്യങ്ങൾ പഠിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ കമൻറ്റിലൂടെയും അല്ലാതെയൊക്കെ ബന്ധപ്പെടാറുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു സംവിധാനം നമ്മൾ ചെറിയ രൂപത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു വീഡിയോ. നമ്മളൊരു കോഴ്സ് രൂപത്തിൽ തന്നെ ഈ കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങുകയാണ്. അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. യെസ്, അഥവാ ഒരുപാട് വിഷയങ്ങൾ അത്തരത്തിൽ സ്ട്രക്ചേർഡായി സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ട് സ്വന്തം ജീവിതത്തിലും മാറ്റം ഉണ്ടാവും, അത് മറ്റൊരാളിലേക്ക് എത്തിക്കാനും അത് ഉപകാരപ്പെടും. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് ആളുകളുടെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആളുകളുടെ റിക്വസ്റ്റ് പ്രകാരമാണ് നമ്മൾ ഇത്തരത്തിലൊരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള കോഴ്സ്, അത് ഘട്ടം ഘട്ടമായിട്ട് ഓരോ വിഷയങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൽ താല്പര്യമുള്ള ആളുകൾക്ക് അത്തരത്തിൽ ഈ ചാനലുമായിട്ട് ബന്ധപ്പെട്ട് മെമ്പർഷിപ്പ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ഭാഗമായി മാറാൻ പറ്റുന്നുള്ളതാണ്. ആ ഒരു കോഴ്സ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നതിലൂടെ ഉണ്ടാകുന്ന ഒരു ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ, അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ ഡെപ്ത് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഉപകാരം, അത് നമ്മളെ വേൾഡ് വ്യൂവിനെ, നമ്മൾ ഓരോ വിഷയങ്ങളെയും മനസ്സിലാക്കുന്നതിനെ ഒക്കെ നന്നായിട്ട് എൻഹാൻസ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ സമയം മാറ്റിവെക്കാൻ കഴിയുന്ന ആളുകൾക്ക് അവർ കഴിയുന്ന തരത്തിലുള്ള സമയം മാറ്റിവെച്ചുകൊണ്ട് അതിൻ്റെ ഭാഗമാവാൻ കഴിയുമെങ്കിൽ അത് അത്തരം ആളുകൾക്ക് വലിയ ഉപകാരമാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് ഒരു എക്സ്ക്ലൂസിവിറ്റി ഉണ്ടാകുമ്പോഴാണ് നമ്മളതിനെ, അപ്പോൾ നമ്മുടെ പിന്നെ ചാനലിലൊക്കെ ഒരുപാട് വീഡിയോസ് വരാറുണ്ട്. അതുപോലെ ഒരു കോമൺ വീഡിയോ ആയിട്ട്, ഒരു പബ്ലിക് വീഡിയോ ആയിട്ട് ഇടുമ്പോൾ അതൊരു കോഴ്സ് പഠിക്കുന്ന ഒരു സ്ട്രക്ചേർഡ് ഫീലോ കാര്യങ്ങളോ ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ടാണ് കുറച്ചൊരു വാല്യൂ കിട്ടണം എന്നുള്ള രൂപത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുന്നത്. അതായത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇങ്ങനെയുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മെമ്പർഷിപ്പ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ജോയിൻ എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാൻ സാധിക്കും. ആ മെമ്പർഷിപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ചെറിയൊരു പേയ്മെൻറ്റോടുകൂടി ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ആ ജോയിൻ ചെയ്ത എല്ലാവർക്കും നമ്മുടെ കോഴ്സുകൾ കൃത്യമായ ഇടവേളകളിൽ നമ്മൾ അതിൻ്റെ വീഡിയോസ് പ്രൊവൈഡ് ചെയ്യും. ആ ജോയിൻ ചെയ്ത ആളുകൾക്കായിരിക്കും അത് അവൈലബിൾ ആവുക. നമ്മളിങ്ങനെ ചെയ്യാനുള്ള കാരണം ഒന്നിതാണ്, അതിന് ഒരു വാല്യൂ കിട്ടണം എന്നുള്ളതാണ്. ആ ഒരു വാല്യൂ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത്. നമ്മൾ സിംപ്ലി നമുക്ക് മുന്നിൽ എത്രയോ ഇൻഫർമേഷൻ അവൈലബിൾ ആണ്, പക്ഷെ നമ്മളതൊന്നും സ്വാഭാവികമായിട്ടും പോയി എടുക്കാറില്ല, സ്ട്രക്ചറായിട്ട് പഠിക്കാറില്ല. ആ തരത്തിലൊരു കോഴ്സുകൾ പോലും ഇഷ്ടംപോലെ അവൈലബിൾ ആയിട്ട് നമ്മൾ ചെയ്യാറില്ല. പക്ഷെ നമുക്കൊരു നീഡ് വരുന്ന സമയത്ത് നമ്മളൊരു പേയ്മെൻറ്റ് കൊടുത്തൊരു കോഴ്സിന് ജോയിൻ ചെയ്യുന്ന സമയത്ത് ജോയിൻ ചെയ്യുന്ന ആൾക്ക് തന്നെ അത് നിലനിർത്തി കൊണ്ടുപോകാനും സിസ്റ്റമാറ്റിക്കായിട്ട് സമയം കൊടുക്കാനും അത് സ്ട്രക്ചറായിട്ട് പഠിക്കാനൊക്കെയുള്ള താല്പര്യം വരും. അപ്പം അത്തരത്തിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കൊരു സീരിയസ്നെസ്സോടുകൂടി പഠിക്കാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവണമെങ്കിൽ കോഴ്സിന് ഇങ്ങനെ ഒരു ടിപ്പിക്കൽ സ്ട്രക്ചർ വേണമെന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ മാത്രമല്ല, ഈ കണ്ടൻറ്റ് അതൊന്ന് വേറെ നിൽക്കണമെങ്കിലും ഈ ഒരുപാട് കണ്ടൻറ്റുകൾ വരുന്നു നമ്മുടെ ചാനലിൽ. ഇഷ്ടംപോലെ കറണ്ട് അഫയേഴ്സ് വന്നാൽ അതിൽ റിയാക്ഷൻസ് ഉണ്ടാവും, ഫണ്ണായിട്ടുള്ള വീഡിയോസ് ഉണ്ടാവും, വളരെ ഗൗരവമായിട്ടുള്ള വീഡിയോസ് ഉണ്ടാവും, ആഴത്തുള്ള വീഡിയോസ് ഉണ്ടാവും, ഒരുപാട് ലെങ്തി ആയിട്ടുള്ള വീഡിയോസ് ഉണ്ടാവും, ലൈവുകൾ ഉണ്ടാവും, ഡിസ്കഷൻസ് ഉണ്ടാവും. ഇതിൻ്റെ ഇടയിൽ അങ്ങനെ പഠിക്കേണ്ട സാധനമല്ല, അതിൻ്റെ ഇടയിൽ പഠിക്കേണ്ട സാധനമല്ലോ കോഴ്സ് പറഞ്ഞാൽ. സ്ട്രക്ചേർഡായി സിസ്റ്റമാറ്റിക്കായിട്ട് കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള വിഷയങ്ങളൊക്കെ അതിലുണ്ടാവും. കോംപ്ലക്സ് ആയിട്ടുള്ള വിഷയങ്ങൾ സ്റ്റെപ്പ് വൈസ് ആയിട്ട് അങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഒരുപാട് വീഡിയോസിലൂടെ പതുക്കെ പഠിച്ച് അങ്ങനെ പോകാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ എന്നാൽ ഈ ചാനലിൻ്റെ ഈ ഒരു പ്രകൃതത്തിനുള്ളിൽ സ്വാഭാവികമായിട്ട് നമുക്കത് കിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് കുറച്ചും കൂടി ലെവൽ കൂടി ഒരു പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിലും കൂടിയാണ് മെമ്പർഷിപ്പ് വെക്കുന്നത്. നമ്മളൊരു ചെറിയൊരു പേയ്മെൻറ്റ് കൊടുത്ത് ജോയിൻ ചെയ്താൽ നമുക്ക് ആ ഒരു സീരിയസ്നെസ് ഉണ്ടാവും എന്നുള്ളത് മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇതുകൊണ്ട് എന്തെങ്കിലും പൈസ ഉണ്ടാക്കുക അങ്ങനെയുള്ള കാര്യങ്ങളല്ല. നമുക്കത് നോക്കിയാൽ തന്നെ മനസ്സിലാവും, അത്രയും ചെറിയ ഒരു എമൗണ്ടാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ആവശ്യമായിട്ട് വരിക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഏത് ലെവൽ ക്ലിക്ക് ചെയ്താലും ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം തുടങ്ങുന്നത് ജൂണോടുകൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പിസ്റ്റമോളജി, അല്ലെ, നമ്മുടെ ഡിസ്കഷൻസിലും ലൈവിലും ഒക്കെ സ്ഥിരമായി ആര് വന്നാലും അവസാനം ഡിസ്കഷൻ എത്തുന്നത് എപ്പിസ്റ്റമോളജിയിലേക്കായിരിക്കും. അത് പഠിപ്പിച്ചു കൊടുത്താൽ ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങും. അപ്പോൾ ആളുകളോട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അൾട്ടിമേറ്റ്ലി നമ്മൾക്ക് ആദ്യം എപ്പിസ്റ്റമോളജി വളരെ കൃത്യമായി മനസ്സിലാകണം. അപ്പോൾ അത് കൃത്യമായി സ്ട്രക്ചർഡായിട്ട് പഠിക്കുന്ന ഒരു കോഴ്സാണ്. എപ്പിസ്റ്റമോളജി പറഞ്ഞാൽ ജ്ഞാനശാസ്ത്രം, എങ്ങനെയാണ് അറിവ് നേടുന്ന രൂപങ്ങൾ എന്തൊക്കെയാണ്, രീതികൾ എന്തൊക്കെയാണ്, അതിൽ ഏതൊക്കെ മാർഗ്ഗങ്ങളാണുള്ളത്, ആ മാർഗ്ഗങ്ങളുടെ അടിസ്ഥാനങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെയാണ് വഴി, അതിൽ മതം ഏതിനാണ് അവലംബിക്കുന്നത്, നിരീശ്വരവാദം ഏതിനാണ് അവലംബിക്കുന്നത്, അതിന് മാത്രം അവലംബിച്ച് കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം, ഇതിലെല്ലാത്തിനെയും സ്വീകരിക്കണമെങ്കിൽ എങ്ങനെ സ്വീകരിക്കണം, ഇങ്ങനെ ഒരു അറിവ് നേടലാണല്ലോ മെയിൻ. ഇപ്പോൾ മൊത്തത്തിൽ നമ്മൾ മോഡേൺ വേൾഡിനോട് റെസ്പോണ്ട് ചെയ്യുന്നു, എത്തിയസ്റ്റോട് റെസ്പോണ്ട് ചെയ്യുന്നു, ഈ അൺമാസ്കിങ് അനോമലീസ് എന്ന് പറയുന്ന എല്ലാത്തിനും റെസ്പോണ്ട് ചെയ്യുന്നു. നമുക്കൊരു ഐഡിയോളജി ഉണ്ട്, ഐഡിയോളജിക്കൽ ബേസ് ഉണ്ട്, കൃത്യമായിട്ടുള്ള ആദർശമുണ്ട്. ഇതൊക്കെ അറിവാണ്.
ഇതെല്ലാം അറിവാണ്, നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നതൊക്കെ അറിവാണ്. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ടത് അറിവ് എന്താണ്, എങ്ങനെയാണ് അറിവ് നേടൽ, അതിൻ്റെ മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫിലോസഫിക്കൽ എലമെൻറ്റ്സ് ആണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിലാണ് നമ്മൾ തുടങ്ങുന്നത്. ഇൻഷാ അല്ലാഹ് ഒരുപാട് വിഷയങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. കോഴ്സിന് പഠിച്ച തോഫീക്കുകയാണെങ്കിൽ അത്തരം വിഷയങ്ങളിലേക്ക് പോകാൻ നമുക്ക് കഴിയും. അത് അത്തരത്തിൽ പഠിക്കാനും സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത് താല്പര്യമുള്ള ആളുകൾ, ഇത് എല്ലാവർക്കും താല്പര്യം ഉണ്ടാവില്ല. ഈ ചാനൽ ഇത്രയും 1,00,000 പിന്നെ 1.5 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അതിൽ വളരെ കുറച്ച് ആൾക്കാർക്ക് ഇങ്ങനെ സ്ട്രക്ചർഡായിട്ട് പഠിക്കാൻ താല്പര്യം ഉണ്ടാവുള്ളൂ. പക്ഷേ ആ ഉള്ള ആളുകൾ മാത്രം ജോയിൻ ചെയ്താൽ അത് അത് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മാത്രം ആയിരിക്കും ഇത് വേണ്ടി വരിക. അപ്പോൾ അതുകൊണ്ട് താല്പര്യമുള്ള ആളുകൾ കൂടുതൽ ഈ രൂപത്തിൽ സ്ട്രക്ചറായിട്ട് പഠിക്കണം താല്പര്യമുള്ള ആളുകൾക്ക് ഈ ഒരു സംവിധാനം ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ഉള്ള ഒരു തൗഫീക്ക് നമുക്കെല്ലാവർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.